പകൽക്കാലം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു കർത്താവേ. We thank you, Jesus. കർത്താവിന് നന്ദി അറിയിക്കുന്നതിൽ ഏറ്റവും അധികമായി പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ദൈവം ചില നന്മകൾക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില പാപ സ്വഭാവങ്ങൾ എടുത്തു മാറ്റിയതിനും നമ്മുടെ ചില അപമാനങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റിയതിനും പലപ്പോഴും ദൈവത്തിന് നന്ദി അറിയിക്കുവാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ ഇന്നൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ കർത്താവിന് നന്ദി പറയും. ഇന്ന് ഈ സ്തോത്ര ദിനത്തിൽ നമ്മൾ ഏറ്റവും അധികമായി പറയേണ്ടതും കർത്താവിന് നന്ദി മാത്രമാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കോവിഡിൻ്റെ കാലങ്ങളിൽ രണ്ടാമത്തെ വേവ് വന്നപ്പോൾ ഒരു പാട്ട് പാടാൻ വേണ്ടി ഞാൻ കടന്നു വന്നതാണ്. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പവർ വിഷനിൽ വന്ന് പാട്ട് പാടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഇവിടെ വന്ന് ഞാൻ പാട്ട് പാടി. ഞാൻ അന്ന് വിചാരിച്ചു ആ ഒറ്റ പാട്ടേ ഞാൻ പാടത്തുള്ളെന്ന്. പക്ഷെ ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, കർത്താവ് എൻ്റെ മേൽ പകർന്ന വലിയ കൃപയൊന്നുകൊണ്ട് മാത്രം. നന്ദിയോടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കും, ഇത്രത്തോളമൊക്കെ കൊണ്ടുവരുവാനും ഇത്രത്തോളമൊക്കെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാനും എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയുവാനും ഒരു സാക്ഷ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നാം സ്തോത്ര ദിനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം അർപ്പിക്കാൻ വരുമ്പോൾ, നന്ദി അർപ്പിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും പറയുവാൻ, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങ് ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി എന്ന് പറയുവാൻ. അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഒരു പാട്ട് മാത്രമേ ഞാൻ പാടത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോഴും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പാടുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി അർപ്പിച്ചാലും തീരത്തില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിന്മേൽ കടന്നു വന്നു. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം വരെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് ഇറങ്ങിയതാണല്ലോ, ദൈവത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചതാണല്ലോ. എങ്കിലും എന്തുകൊണ്ട് കർത്താവേ ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു? എന്തുകൊണ്ട് ജീവിതത്തിന്മേൽ ഇത്ര വലിയ പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നു? അന്നേരം എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: യു ജസ്റ്റ് നീഡ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്റെ ബ്ലെസ്സിങ്സ് നീ കൗണ്ട് ചെയ്യണം. ദൈവം ഇത്രത്തോളം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം ദൈവം നിന്നെ നടത്തിയെങ്കിൽ, ഈ ലൈഫ് സ്പാനിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ബ്ലെസ്സിങ്സ് നീ ഒന്ന് കൗണ്ട് ചെയ്യണം. എന്നിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നിന്നെ നടത്തുന്നതെന്ന്. അന്ന് ആ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ, ദൈവമേ എത്ര വലിയ നന്മകളാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ എണ്ണിയെടുക്കുവാൻ, ഇതൊന്ന് എഴുതിയെടുക്കുവാൻ ഞാൻ മറന്നുപോയി. ഇത്ര വലിയ ബ്ലെസ്സിങ്സ് ഒക്കെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? എന്നിട്ടാണോ ഞാൻ ഇത് ഈ ചെറിയ പ്രശ്നത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെറിയ വേദനയ്ക്ക് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? യു ജസ്റ്റ് നീഡ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിന്റെ വേദന എന്തായിക്കോട്ടെ, നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം എന്തായിക്കോട്ടെ, വളരെയധികം വേദന നിന്റെ മനസ്സിലുണ്ടെങ്കിലും, വളരെയധികം പ്രതികൂലങ്ങൾ നിന്റെ മേൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും, യു ജസ്റ്റ് നീഡ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. യു ജസ്റ്റ് നീഡ് യുവർ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ദൈവം ഇത്രത്തോളം നടത്തിയെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നെങ്കിൽ, അതെല്ലാം ഒന്ന് എണ്ണിയെടുക്കുവാൻ സാധിക്കുമോ? അത് എണ്ണിയെടുക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, ഈ ഒന്നുമില്ല. ഹല്ലേലൂയ. ഈ വേദനയൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ നന്ദിയോടെ പറയുന്നത്, താങ്ക് യു ജീസസ്. അപ്പോഴാണ് നമ്മൾ ഫുൾ ഹാർട്ടഡ് ആയിട്ട് കർത്താവിനോട് പറയുന്നത്, താങ്ക് യു ജീസസ് ഫോർ യുവർ മേഴ്സി, താങ്ക് യു ജീസസ് ഫോർ യുവർ ലവിംഗ് കൈൻഡ്നസ്, താങ്ക് യു ജീസസ് ഫോർ യുവർ ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. പല വേദനയിൽ കൂടെ കടന്നു പോകുന്ന പല ചെറുപ്പക്കാരും ഇന്ന് ഈ മീറ്റിംഗ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ദൈവം ഇത്രത്തോളം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ പകർന്നു തന്നെങ്കിൽ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയൊന്നുമല്ല. നമ്മൾ ചേർന്ന് പാടിയല്ലോ, യു ടുക്ക് മൈ ഡാർക്ക്നെസ് ആൻഡ് ഗേവ് മീ യുവർ ലൈറ്റ്. താങ്ക് യു ജീസസ്. യു ടുക്ക് മൈ സിൻ ആൻഡ് മൈ ഷെയിം. യു ടുക്ക് മൈ സിക്നെസ് ആൻഡ് ഹീൽഡ് ഓൾ മൈ പെയിൻസ്. ദൈവത്തിന് മാത്രമേ നിന്റെ ഹൃദയത്തിൽ ഏൽക്കുന്ന വേദനയെ എട്ടുവാൻ സാധിക്കത്തുള്ളൂ. നിന്റെ ഹൃദയത്തിൽ ഏൽക്കുന്ന വേദന
എത്രമാത്രം ഉണ്ടെന്ന് മനുഷ്യർക്ക് പലപ്പോഴും അത് അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ ദൈവത്തിന് അറിയാൻ സാധിക്കും. കാരണം എന്നത് ചോദിച്ചാൽ, മനുഷ്യർ നിന്റെ പുറമേയുള്ളത് നോക്കി നിന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ ദൈവം നിന്റെ അകം നോക്കുന്നു, നിന്റെ ഹൃദയം തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മാത്രമേ നിന്റെ എല്ലാ വേദനയിലും നിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ. നിന്റെ എല്ലാ പ്രശ്നത്തിലും നിന്റെ കൂടെ ഇരിക്കണമെങ്കിൽ ആ ദൈവം മാത്രമേ സാധിക്കത്തുള്ളൂ. അവനാണ് നമ്മുടെ സിക്നസ് മാറ്റിയത്, അവനാണ് നമ്മുടെ ഷെയിം മാറ്റിയത്, അവനാണ് നമ്മുടെ ഇരുളിനെ പ്രകാശമാക്കിയത്. ഇന്ന് പകൽക്കാലം അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നെന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ഞാനിത് കരഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ ഞാൻ പിടിച്ചു നിൽക്കും. കാരണം യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. Give thanks to the Jesus because he is good and his mercy endures forever. ഇന്ന് അത് മാത്രം നീ വിശ്വസിക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞേ, യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ അനേകർ മാറിപ്പോയിട്ടില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ. യോബിന്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് വകകളെല്ലാം നഷ്ടപ്പെട്ടു, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്തിനേറെ പറയുന്നു, തൻ്റെ ഭാര്യ വരെ തന്നെ ത്യജിച്ചു പറഞ്ഞു, തന്നെ തള്ളി പറഞ്ഞു. എന്നിട്ടും ഒരു വാക്കുപോലും ദൈവത്തോട് മറുത്തു പറയാതെ, ഒരു വാക്കുപോലും ദൈവത്തെ തള്ളിപ്പറയാതെ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് നമ്മൾ വചനം വായിക്കുന്ന പോലെ തന്നെ ഇരട്ടിയായി യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചില നന്മകൾ കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നാമും വിശ്വസിക്കാൻ വേണ്ടി പോകുകയാണ്. എൻ്റെ ഈ വേദനയിൽ ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല, എല്ലാറ്റിനും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, എല്ലാറ്റിനും ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദാവീദ് ചെയ്ത പോലെ തന്നെ ഒരു ചെറിയൊരു ചിന്ത പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ, ഇത്ര നന്മകളൊക്കെ ഞങ്ങൾ അനുഭവിക്കുവാൻ എന്തുള്ള യോഗ്യത കർത്താവേ. യേശു നടന്നു പോയപ്പോൾ കുഷ്ഠരോഗിയായ 10 പേർ യേശുവിനെ സമീപിച്ചു. അവർക്കെല്ലാവർക്കും സൗഖ്യം കിട്ടി. പക്ഷേ ഒരുവൻ മാത്രം തിരിഞ്ഞു വന്ന് നന്ദി പറഞ്ഞു. നമ്മളങ്ങനെ വായിക്കുന്നത്. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. ഹി റിട്ടേൺഡ്, തിരിഞ്ഞു വന്നു. എന്തിനേറെ പറയുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം അതെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ, നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, and Jesus took the loaves and when he had given thanks, ദൈവം നന്ദി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ജീസസ് നന്ദി പറഞ്ഞു. എന്തിനേറെ പറഞ്ഞു, യേശു വരെ നന്ദി പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയണം. ഇല്ലായ്മയിലും നന്ദി പറയണം, ഒന്നുമില്ലാതിരിക്കുമ്പോഴും നന്ദി പറയണം. രോഗത്തിലായിരിക്കുമ്പോൾ കർത്താവ് ഇതെൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് പറയണം. എൻ്റെ തോൽവികളെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ്, എൻ്റെ അപമാനങ്ങളെല്ലാം നന്മയ്ക്കായിട്ടാണ്, ഇതെല്ലാം വന്ന് ഭവിക്കുന്നതും എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അതാണ് സാത്താൻ്റെ മുൻപിൽ നാം വിജയിച്ചുവെന്ന് തെളിയിക്കുന്നത്. അതുകൊണ്ടൊന്ന് പറഞ്ഞേ, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം മാറിപ്പോയി. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു വലിയ വഴിയുണ്ട്, ദൈവം ഒരുക്കുന്ന ഒരു വലിയ കസേരകളുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ നന്മകളുണ്ട്. അത് പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് നാം ഒന്നുകൂടെ